ഹായ് ഗൈസ്, വാഴ 2 കാണാമെന്നാണ്. അമേസിങ്. ഒരു കാരണത്തിൽ മിസ് ചെയ്ത്, പ്രത്യേകിച്ചും 80s 90s ബാല്യം ആസ്വദിച്ചവരോട് പറയുകയാണ്. എൻ്റെ ആയിരിക്കുമ്പോൾ ഒത്തിരി പേർക്ക് വാഴയുടെ ആദ്യത്തെ പാർട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒത്തിരി പേരുണ്ട്. അന്നും ഞാൻ പറഞ്ഞത്, നമ്മൾ കടന്നു പോകുന്ന സ്ട്രഗ്ലിങ്ങിൻ്റെ ആയിട്ടുള്ള കാലം, നമ്മുടെ ഇന്നത്തെ പോലെ വലിയ ഗൈഡൻസോ ഇപ്പോഴത്തെ പിള്ളേരെ പോലെ എല്ലാ സൗകര്യങ്ങളും നമുക്കില്ലായിരുന്നു. നമ്മുടെ അപ്പനമ്മമാരൊക്കെ നമ്മളെ വളർത്തിയ സ്റ്റൈൽ ഉണ്ടായിരുന്നു. അതിനോട് മാച്ച് ചെയ്യുന്നില്ലെന്ന് ചോദിച്ചപ്പോൾ പോലും ആൾക്കാർ പറഞ്ഞില്ല, അത് ഭയങ്കര ഓവറായിരുന്നു. പിള്ളേരുടെ ഈ കുറേ റീൽസ് പിള്ളേരുടെ കുറേ സാധനം കാണാൻ വേണ്ടി എന്തിനു പോയിരിക്കുന്നത് എന്നാണ് വാഴ 1നെ കുറിച്ച് എല്ലാവരും പറഞ്ഞത്. ആ പിള്ളേരുകൾ, നിങ്ങളുടെ റീൽസ് എന്ന് വിളിച്ച ആ ടീമുകൾ ഇതെടുത്ത് വെച്ചിരിക്കുന്ന ഒന്നും പറയാനില്ല. അതായത് ആദ്യത്തെ ഹാഫ് നമുക്ക് ഇഷ്ടം പഠിച്ചിരിക്കാനുണ്ട്. പക്ഷേ സെക്കൻഡ് ഹാഫിനകത്ത് ഇമോഷണൽ മൊമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ നെടുവീർപ്പിട്ട് കരച്ചിലടക്കി പിടിക്കും, നമ്മൾ കേട്ടോണ്ടിരിക്കുക സൈഡിലും മുമ്പ്. ഇതൊക്കെ അതിമനോഹരം. അതായത് ചേട്ടാനിമാർ തമ്മിലുള്ള വിഷമങ്ങളും പ്രശ്നങ്ങളും, അത് കഴിഞ്ഞ തലമുറയുടെയും ഈ തലമുറയുടെയും ഈ പിള്ളേരുകളുടെ ജീവിതത്തിനകത്ത് സ്ട്രഗ്ലിങ്, അതായത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേലാത്ത അവസ്ഥ. UK കയറി പോവുക, ഗൾഫിന് എന്തെങ്കിലും ജോലി കിട്ടാൻ വേണ്ടി പെട്ടെന്ന് പഠിത്തം കഴിഞ്ഞ് ഗൾഫിന് കയറി പോവുക, അങ്ങനെ ജീവിതത്തിൻ്റെ ലക്ഷ്യം മാറിപ്പോകുന്നത്. നമ്മുടെ അന്നത്തെ കാലം, നമ്മുടെ ആ കാലം ഇന്ന് ഈ പിള്ളേർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന്. ഞാനൊക്കെ 80s കിഡ്സാണ്, 80s അമ്മാവൻ. പക്ഷേ ഈ പിള്ളേരുടെ ജീവിതം എങ്ങനെയാണെന്നത് കാണുവാണ് നമ്മൾ. മനോഹരമായിരിക്കുന്നു, സെറ്റപ്പായിട്ട് കഥ ചെയ്തിരിക്കുന്നു. അവസാനം പടം കഴിഞ്ഞിട്ട് പോലും ഒരു മനുഷ്യൻ തിയേറ്ററിൽ ലീവ് ചെയ്യുന്നില്ല. ടൈലൻറ്റ് ഇനിയും വല്ലതും വന്നാലും ഓർത്തുണ്ട്. അത്രമാത്രം സെക്കൻഡ് ഹാഫിൻ്റെ ഇമോഷണൽ പ്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ക്യാരക്ടർ ആർക്കും തന്നെ സൂപ്പർ. പക്ഷേ ഇമോഷണൽ പ്ലേ പോലും അമേസിങ്. ഈ പടം സൂപ്പർ ഹിറ്റായിരിക്കും, ഒരു സംശയമില്ല. കണ്ടിട്ടില്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ കാണണം വേണ്ടെന്ന് ആലോചിച്ചിരിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് ഈ പടം മിസ് ചെയ്ത് കാണണം. അതിമനോഹരമായിരിക്കുന്നു. ഒരു കാരണവശാലും നമുക്ക് മോശം എന്ന് പറയാനുള്ള ഒന്നും പറയാനില്ല. നിങ്ങൾ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്ന യുറക്ക സ്റ്റോറീസ് ആയിക്കോട്ടെ, ഹാഷർ ആയിക്കോട്ടെ, മറ്റുള്ള ടീമുകളെല്ലാം നിങ്ങൾ ചിലപ്പോൾ കണ്ട് ഇവനൊക്കെ എന്നാതെ കാണിക്കുന്ന ഓർത്ത് ഫേസ്ബുക്കിൽ ഇവരുടെ റീലുകൾ എന്നും തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ പോലും എടുത്ത് പറയുന്നു, നിങ്ങൾ ആ കണ്ടുകൊണ്ടിരിക്കുന്ന പിള്ളേരെ പോലെ അല്ല അവർ ഈ പടം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ കഥ പോലും അത്ര മനോഹരമായിട്ടാണ്. സ്ക്രിപ്റ്റാണ് താരം, ഒന്നും പറയണ്ട. സ്ക്രിപ്റ്റ് അതുപോലെ ചെയ്തിട്ടുണ്ട്, തമാശകൾ അതുപോലെ ജോയിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ കാണും, ഇല്ലെന്ന് പറഞ്ഞില്ല. അജു വർഗീസിനെയൊക്കെ നമുക്ക് എടുത്തോർക്കാൻ മാത്രമുണ്ട്. അജു വർഗീസ് നല്ല ക്യാരക്ടറെ, വിജയ് ബാബു അമേസിങ്, സൂപ്പർ. ഇത്ര അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുള്ള സംഭവം തന്നെ അടിപൊളി. അങ്ങനെ ഓരോരുത്തരും എടുത്തു പറയാൻ മാത്രമുണ്ട്. അച്ഛന്മാരുടെ ക്യാരക്ടർ തന്നെ മനോഹരമായിരുന്നു. ബിജുക്കുട്ടൻ്റെ ക്യാരക്ടർ, അതായത് നമ്മൾ കണ്ടു പറഞ്ഞ പല റീലുകളുടെയും ക്യാരക്ടറിൻ്റെ ഭാഗമായിട്ട് തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. പക്ഷേ ബിജുക്കുട്ടനെ ചെയ്തിരിക്കുന്നുണ്ടല്ലോ, നമുക്കങ്ങ് കാണുമ്പോൾ സങ്കടം തോന്നി വിതുമ്പുന്ന ലെവലിലോട്ട് ഈ പിള്ളേരുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ കുറേ സീനകത്ത് നമ്മൾ ഇത് ചെയ്ത് കയ്യിൽ നിന്ന് പോയല്ലോ നമുക്ക് തോന്നുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു ഇമോഷണൽ പ്ലേകൾക്കകത്ത്. ഈ പിള്ളേരുകൾ ഇതാണ് കുഴപ്പം, ഒരു എക്സ്പീരിയൻസ്ഡ് ആക്ടർ അല്ലെങ്കിൽ പ്രോ ലെവൽ ആക്ടറിനെ കൊണ്ടുവരാത്തതിൻ്റെ കുഴപ്പമാണ്, കാസ്റ്റിംഗ് പോരാ എന്നൊക്കെ നമുക്ക് തോന്നുന്ന കുറേ സ്ഥലങ്ങളുണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൻ്റെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ ഇവരുടെ ഒപ്പം കരയുമ്പോൾ നമ്മൾ പിന്നെ ആരോടായി പറയുന്നത്, ഇവരവരുടെ അഭിനയം കൊള്ളത്തിരുന്നത്. അത്ര മനോഹരമായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സെറ്റപ്പ് ആയിരിക്കുന്നു. എനിക്കാകെ മോശമായിട്ട് തോന്നിയ ഒറ്റൊരു ക്യാരക്ടറേ ഉള്ളൂ, അൽഫോൺസ് പുത്രൻ. കഷ്ടമുണ്ട്, അതിൻ്റെ ഒരാവശ്യമായിരുന്നു ആ പുള്ളിയെ കൊണ്ടുവരുന്നത്. പക്ഷേ പുള്ളിയുടെ റോള് പുള്ളി ഭംഗിയാക്കിയിട്ടുണ്ട് പറഞ്ഞില്ല. പക്ഷേ ആ കാസ്റ്റിംഗ് അങ്ങോട്ട് സുഖമായിട്ട് തോന്നിയില്ല. ബാക്കി എല്ലാവരും പിന്നെ ഒരു പ്രിൻസിപ്പൽ മാത്രമുണ്ട്. എന്തിനാണോ അതും ഒരു നാടകമായി. ബാക്കി ആരെയും മോശം പറയാനില്ല. അമേസിങ്, സൂപ്പറായിരുന്നു. സുധീഷ്, താങ്ക് യു. അസീസിനെ കാണിച്ച് എന്തിനാണ് മനസ്സിലായില്ല, ഒരിടത്തും കണക്ഷൻ കിട്ടിയില്ല. പക്ഷേ അവസാനത്തെ ടെസ്റ്റൊക്കെ സൂപ്പർ. ഈ ചേട്ടാനിയന്മാർ തമ്മിൽ സ്വയം തിരിച്ചറിയുന്നതും പരസ്പരം ഇത്രയും നാളത്തെ നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ കളഞ്ഞ എന്തുവാണ്, നമ്മൾ നഷ്ടപ്പെടുത്തി എന്തുവാണെന്ന് തിരിച്ചറിയുന്ന സീനുകളൊക്കെ ഉണ്ടല്ലോ, അടിപൊളിയായിരിക്കും. ഗൾഫിന് പോകാൻ ഓടിയ പിള്ളേരുകളും, പ്രത്യേകിച്ച് എടുത്ത് പറയാം, ഗൾഫിന് പോകാൻ ഓടിയ പിള്ളേരുകളും UK പഠിക്കാൻ വരാണ്ട് ഓടിയ പിള്ളേരുകളും ദയവീതി പടം കാണണം. നിങ്ങൾ റിയൽ ലൈഫ് എന്തുവന്ന് കാണുവാണ്. അപ്പനെ അമ്മയെ കഴുത്തിന് കുത്തിപ്പിടിച്ച്, അല്ലെങ്കിൽ അവിടെ വീട്ടിൽ പട്ടണി കിടന്നും കരഞ്ഞും നിലവിളിച്ചും നിങ്ങൾ UK പോകാൻ വേണ്ടി ലക്ഷങ്ങൾ ഉണ്ടാക്കിയിട്ട് UK യൂറോപ്പിലും കിടന്നില്ലേ, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്തുവാണെന്നുള്ളത് ഈ പടത്തിൻ്റെ അവസാനം നിങ്ങൾ കാണും. താങ്ക് യു. പടം കാണാതിരിക്കരുത്, എല്ലാവർക്കും സജസ്റ്റ് ചെയ്യുന്നു.